യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഭാഗ്യപ്പെട്ട സമയമാണിത്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ നല്ല ദിവസം നൽകിയതിന്, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതിന് എല്ലാം നമുക്ക് നന്ദി പറയാം. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു വീട്ടിലെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മൾ പരസ്പരം കാണുന്നില്ലേലും അറിയുന്നവരൊന്നും അല്ലേലും ദൈവികമായ ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ ആളുകളാണ്. ആ ഒരു സ്നേഹവും ആ ഒരു പ്രാർത്ഥനയും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇതെല്ലാവർക്കും ഒരു വലിയ ബ്ലെസ്സിങ് ആണ്, ഒരനുഗ്രഹമാണ്. യേശുവിൻ്റെ ആ വലിയ സ്നേഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സഭാവ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വചനം കേൾക്കുന്ന സമയമാണ്. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിയോഗത്തോടെയാണ് 9 ദിവസം പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ആ കാര്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ എത്തുന്ന സമയമാണ്. ദൈവാരാധനയുടെ ശബ്ദം സ്വർഗത്തിൽ മുഴങ്ങുന്ന സമയമാണ്. നിസ്സാരമായി കാണാൻ ഒട്ടുമേ കഴിയത്തില്ല. കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഒരാൾ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്, അത് വിജയത്തിലായെത്തുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ മുന്നോട്ട് പോകുന്നത്, ആ ഒരു അനുഗ്രഹമില്ലാതെ മുന്നോട്ടിറങ്ങുന്നത്, ചെന്ന് നിൽക്കുന്നത് പല സങ്കടത്തിലും, നിരാശയിലും, പിണക്കത്തിലും, വഴക്കിലും ഒക്കെ ആയിരിക്കും. എന്നാൽ ഒരാൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെ ഇറങ്ങുമ്പോൾ അവന് വേണ്ടതൊക്കെയും ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. ആ വചനത്തിലൂടെ അവൻ ആവശ്യമായതിനെ ദൈവം അയച്ചു കൊടുത്തോണ്ടേയിരിക്കും. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെയല്ലേ? അന്നൊന്ന് വേണ്ടുന്ന ആഹാരം, അന്നൊന്ന് വേണ്ടുന്ന എല്ലാ അനുഗ്രഹവും നമുക്ക് തരുന്ന സമയമാണിത്. ദൈവവചനം കേൾക്കുന്നത് കേവലം ഒരു അലങ്കാരമല്ല, അതൊരു അടിസ്ഥാനമാണ്. അത് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. എൻ്റെ ഉയർച്ചയുടെ, വളർച്ചയുടെ അടിത്തറയാണ്. നമുക്കതിനെ ചെറുതായി കാണാൻ കഴിയത്തില്ല. ഇന്ന് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് കേൾക്കാം. ആ വചനത്തിലൂടെ നമുക്കിന്ന് വേണ്ട എല്ലാ നന്മകളും സ്വീകരിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുമോ? എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് ഏത് വിധത്തിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നത്? എഴുതിയിട്ടുണ്ട്, എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കാണ് എൻ്റെ. ഒരു ഭയങ്കര വാക്കാണ് എൻ്റെ. നമ്മൾ അത്രയും സ്വന്തമായതിനെയാണ് എൻ്റെ എന്ന് പറയുന്നത്. എൻ്റെ വീട്, എൻ്റെ വസ്ത്രം, എൻ്റെ ചെരുപ്പ്, എൻ്റെ വണ്ടി, എൻ്റെ വാഹനം, എൻ്റെ മാല, എൻ്റെ മോതിരം എൻ്റെയാണത്. ദൈവത്തിൻ്റെ വചനം ഒരാൾ വിശ്വാസത്തിൽ എടുക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു, എൻ്റെ ജനമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായ മാറിയേ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറും. ഈ വീട്, ഈ വ്യക്തികൾ, ഈ ആരോഗ്യം ഇതെല്ലാം ദൈവത്തിൻ്റെ സ്പെഷ്യലായി മാറും, എൻ്റെ ജനമായി മാറും.
അടുത്ത വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ശുഭമായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതായി വരും. നിൻ്റെ വീട് നല്ലതായി വരും. നിൻ്റെ ഭാവി നിനക്ക് ശുഭമായി വരും. നിൻ്റെ മക്കൾ നിനക്ക് ശുഭമായി വരും. ശുഭമായിരിക്കണം. നമ്മളെപ്പോഴും പറയാറില്ലേ, എന്തു ചെയ്താലും ഒന്ന് ശുഭമാകുന്നില്ല, ഒന്ന് ശരിയാകുന്നില്ല. ഞാൻ തൊട്ടതൊക്കെ പരാജയമാണ്. ഞാൻ ചെന്നിടത്തൊക്കെ എനിക്ക് സങ്കടമേ കിട്ടിയിട്ടുള്ളൂ. എന്തോ ഒരു ഭാഗ്യക്കേട് കിടപ്പുണ്ട്. ഏത് ഭാഗ്യക്കേടും ഏതു ശാപവും മാറും. ദൈവത്തിൻ്റെ വാക്ക് വിശ്വാസത്തോടെ ഒരാൾ സ്വീകരിക്കുമ്പം അവൻ ആവശ്യമായതെല്ലാം ദൈവം ആ വചനത്തിലൂടെ കൊടുക്കാൻ തുടങ്ങും. ഇന്ന് കേട്ടു, നാളെ കേട്ടു, അടുത്ത ദിവസം കേട്ടു, എവിടെ അനുഗ്രഹം എന്നല്ല. ഒരു വർഷത്തിൻ്റെ ഗ്രാഫൊക്കെ വരച്ചാൽ, ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച ഒരു വർഷത്തിൻ്റെ ഗ്രാഫൊക്കെ വരച്ചാലേ ആ ഗ്രാഫ് ഒരിക്കലും താഴേക്ക് പോയി കൂപ്പുകുത്തുന്ന വിധത്തിൽ വരയ്ക്കേണ്ടി വരത്തില്ല. അതിൻ്റെ ആ വര ഉയർന്നു തന്നെ വരും. ഞാൻ നിങ്ങളോട് പറയുന്നത്, വചനം പറയുവാണ്, എൻ്റെ വാക്ക് കേട്ടാൽ എല്ലാം ശുഭമായി വരും. എന്തൊക്കെയാ ശുഭമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്? എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ശുഭമായി വരണം, ഞങ്ങളുടെ വീട് പണി ശുഭമായി വരണം, ഞങ്ങളുടെ കുടുംബജീവിതം ശുഭമായി വരണം, നല്ലതായി വരണം. അതെങ്ങനെയാ ശുഭമാകുന്നേ? കുറേ പണവും കുറേ വലിയ കാര്യങ്ങളും വലിയൊരു വണ്ടി മേടിച്ചാൽ ശുഭമാകുന്നല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് നിന്നിൽ വരുമ്പോഴാണ്. അല്ലെങ്കിൽ അതെങ്ങനെ വരും? ദൈവവചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയും, ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം ഞാൻ സ്വീകരിക്കുന്നു. മനസ്സിലാകുന്നോ? ആ വചനത്തെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ശുഭമാകാൻ തുടങ്ങും, അനുഗ്രഹമാകാൻ തുടങ്ങും. ഇതൊരു വിശ്വാസമാണ്, ഇതൊരു ബോധ്യമാണ്, അതിനെല്ലാം ഉപരി ഇതൊരു അനുഭവമാണ്. അനേകരുടെ ജീവിതം ശുഭമായത് എങ്ങനെയാണ്? അനേകരുടെ ജീവിതം തകർന്നതിൻ്റെ കാരണം എന്നാ വലിയ കഴിവുള്ളവരും എത്രയെത്ര മിടുക്കന്മാരുമായിരുന്നു ചിലരൊക്കെ. പക്ഷെ ഒന്നും ശുഭമായില്ല, പാതി വഴിക്കൊക്കെ നിന്നുപോയി. ചിലതൊന്നും അവർക്കൊന്നും അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പാതി വഴിക്ക് അങ്ങ് പൊട്ടിപ്പോയ പോലെ ആയിപ്പോയി. പ്രതീക്ഷിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജീവിതത്തിൽ വന്നു. ശുഭമായില്ല. ശുഭമാകുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോണ്ടല്ലോ, അത് ശുഭമായി വരും. എഴുതിയിട്ടുള്ള ആ വാക്ക് നിങ്ങൾ നോക്ക്. ഞാൻ കഥപുസ്തകത്തിലെ ഒരു കഥയല്ല പറഞ്ഞത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുക, ദൈവം കൽപ്പിക്കുന്ന മാർഗത്തിൽ ചരിക്കുവിൻ, ആ വചനം കേട്ട് മുന്നോട്ട് പോകുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ശുഭകരമായൊരു ഭാവി ദൈവം നിനക്ക് തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി എന്ന് പറഞ്ഞാൽ എല്ലാം ശുഭമായി മാറും. നിങ്ങളൊന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ, ഞാൻ ഇന്ന് മുതൽ ഈ വചനം വിശ്വസിക്കുവാണ്, എല്ലാം ശുഭമായി വരും. എൻ്റെ കുടുംബം ആ ശാപത്തിൽ നിന്നും ആ ബന്ധനത്തിൽ നിന്നും മാറി ശുഭമായി വരും. എൻ്റെ ജോലി, എൻ്റെ പ്രത്യേകമായ ഒരു ആഗ്രഹം വെച്ചുള്ള പ്രയത്നം, എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം, മക്കളുമായി ബന്ധപ്പെട്ട വിഷയം, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയം ശുഭമായി വരും. ശുഭമായി വരും. കണ്ണിൽ നോക്കി വിശ്വാസത്തോടെ പറയാം, എല്ലാം ശുഭമായി വരും. ഈ ശബ്ദം നിന്റെ വീടുകളിൽ മുഴങ്ങുമ്പോൾ നിന്റെ വീട് ശുഭമായി വരും. ഈ വചനത്തിൻ്റെ ശബ്ദം നിന്റെ ചെവികളിൽ മുഴങ്ങുമ്പോൾ നിന്റെ ആരോഗ്യം, നിന്റെ ജീവിതം, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ വിദ്യാഭ്യാസം, ബിസിനസ് ശുഭമായി വരും. തടസ്സമായി നിന്നതൊക്കെ മാറിപ്പോകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. ഈ ആലയത്തിൽ ഒത്തിരി പ്രാർത്ഥനയോടെ നടക്കുന്ന ശുശ്രൂഷകളുണ്ട്. നിങ്ങളെയും ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു കൊള്ളാം. ഈ ആലയത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഓരോ വെള്ളിയാഴ്ചകളിൽ വന്ന് ആയിരക്കണക്കിന് ആളുകളുടെ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുതം നടക്കുന്ന പള്ളിയാണിത്. എന്താണ് നിയോഗ പ്രാർത്ഥന എന്ന് ചോദിച്ചവരുണ്ട്. എന്തിനാണ് ആ പേരിട്ടത്? അതൊരു വിശ്വാസമാണ്. നിയോഗത്തിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടുമെന്ന വിശ്വാസം. അതെങ്ങനെയാ വിശ്വാസം ഉണ്ടായത്?
നിയോഗത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ തുടങ്ങി. ഓരോ ആഴ്ചയിലും ധാരാളം ആളുകൾ പറഞ്ഞു തീരത്തില്ലാത്ത ആളുകൾ സാക്ഷ്യം പറയാനായി ഓടി വരുന്നു. 1 മിനിറ്റ് കൊണ്ട് സാക്ഷ്യം തീർന്നാൽ തന്നെ 3/4 മണിക്കൂർ 1 മണിക്കൂർ എടുക്കും സാക്ഷ്യം തീരുവാൻ. ദൈവപ്രവൃത്തി നടക്കാതെ ഇത്രയും സാക്ഷ്യങ്ങൾ ഉണ്ടാകില്ലല്ലോ. അത് ദൈവാനുഗ്രഹമാണ്. പ്രാർത്ഥനയോടെ യേശുവിൻ്റെ ആശീർവാദ വചനത്തിലൂടെ സ്വീകരിക്കുക. എല്ലാം ശുഭമായി വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശുഭമായി വരട്ടെ. ഈ വചനം കേട്ട ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട ഈ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശുഭമായി വരും. ആരോഗ്യം, കുടുംബജീവിതം, മക്കൾ, സാമ്പത്തികം, വരുമാന മാർഗം, കൃഷിയിടം എല്ലാം ശുഭമായി വരും. ശുശ്രൂഷ ശുഭമായി വരും, അനുഗ്രഹമായി വരും. രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ. ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ഇടവരട്ടെ. ദൈവ അനുഗ്രഹമുള്ള സമ്പത്തും ഐശ്വര്യവും നിന്നെ തേടി വരട്ടെ. സമാധാനം ഉണ്ടാകട്ടെ, ദീർഘായുസ് ഉണ്ടാകട്ടെ, നല്ലതൊക്കെ ജീവിതത്തിൽ വരട്ടെ. ഒരു വലിയ സാക്ഷ്യം പറയാൻ ഇടവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശുഭകരമായൊരു ഭാവി, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിയോഗത്തോടെ പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് 9 ദിവസം കുട്ടികൾക്ക് വേണ്ടിയും. നാളെ ശനിയാഴ്ചയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവവചനം സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക, കേൾക്കുക, വിശ്വസിക്കുക, ആ അനുഗ്രഹത്തെ പ്രാപിക്കുക. നാളെ 5:30 കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.